ലൂക്കി ആൻഡ് ലൂഫി വേഴ്സസ് ഈമു, സോറോ വേഴ്സസ് സമേഴ്സ്, സാഞ്ചി വേഴ്സസ് കില്ലിംഗ്ഹാം. ഇത് മൂന്നുമാണ് എൽബാഫിന്റെ ഫൈനൽ ബാറ്റിൽ മാച്ചപ്സ്. പക്ഷെ ഈ മൂന്നിലും ഈമു വേഴ്സസ് ലൂക്കി ലൂഫി ഫൈറ്റ് നമ്മൾ മാറ്റി നിർത്തിയാൽ സോറോയിന്റെയും സാഞ്ചിന്റെയും ഒപ്പോണൻസ് അവർക്ക് പറ്റിയ മാച്ച് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സമേഴ്സിന് സോറോയിനെക്കാട്ടിലും കില്ലിംഗ്ഹാമിന് സാഞ്ചിനെക്കാട്ടിലും ബെറ്റർ ഒപ്പോണൻസ് എൽബാഫിലുണ്ട്. സോ ശരിക്കും കില്ലിംഗ്ഹാമിനെയും സമേഴ്സിനെയും ആരായിരുന്നു ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ കറന്റ്ലി സമേഴ്സ് സോറോയിനെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ സമേഴ്സിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് തൊട്ട് പുള്ളിന്റെ സ്വഭാവവും പുള്ളിന്റെ സഡിസ്റ്റിക് നേച്ചറും എല്ലാം കാണുമ്പോൾ സമേഴ്സ് സാഞ്ചിനെ ഫൈറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് സാഞ്ചി ഇതിനു മുമ്പ് ഫൈറ്റ് ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സിനും നോക്കാം. സാഞ്ചി ഫൈറ്റ് ചെയ്യുന്ന പല ആൾക്കാരുടെയും ഒരു കോമൺ കാര്യം എന്താന്ന് വെച്ചാൽ അവർ പൊതുവെ ലേഡീസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ത്രില്ലർ ബാർക്കിലെ ആബ്സലോണും വാണോയിലെ ക്വീനും ഇതിന് നല്ല എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് നമ്മൾ സമേഴ്സിനെ നോക്കുകയാണെങ്കിൽ സമേഴ്സും ഏകദേശം അതേ സെയിം കാറ്റഗറിയിൽ പെടുന്ന ഒരു വില്ലനാണ്. നമ്മൾ ഗോഡ് വാലി വെച്ച് കണ്ടതാണ് പുള്ളി ഷാക്കിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സമേഴ്സ് സാഞ്ചിനെ ഫൈറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. സമേഴ്സ് സോറോയിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരൊറ്റ കാരണം പുള്ളിന്റെ കയ്യിൽ ഒരു സോഡ് ഉണ്ട് എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സാഞ്ചി സമേഴ്സിനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ കില്ലിംഗ്ഹാമിനെ ആര് ഫൈറ്റ് ചെയ്യും? ഞാൻ ഇതിനെക്കുറിച്ച് പണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ കില്ലിംഗ്ഹാമിനെ ഊസാപ്പ് ഫൈറ്റ് ചെയ്യണം എന്ന്. ഇതിന്റെ ഒരു കാരണമാണ് കില്ലിംഗ്ഹാമിന്റെ വെപ്പിൻ. കില്ലിംഗ്ഹാമിന്റെ വെപ്പിൻ ഒരു അമ്പും വില്ലുമാണ്. സോ അങ്ങനെ വരുമ്പോൾ കില്ലിംഗ്ഹാമും ഊസാപ്പും രണ്ടുപേരും ലോങ് റേഞ്ച് ഫൈറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഊസാപ്പിന് തന്റെ ഒബ്സർവേഷൻ ഹക്കി ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. ഊസാപ്പ് കില്ലിംഗ്ഹാമിനെ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കില്ലിംഗ്ഹാമിന്റെ പവറാണ്. കില്ലിംഗ്ഹാമിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് എല്ലാവരുടെയും നൈറ്റ്മെയറിനെ ഒരു മോൺസ്റ്റർ രൂപത്തിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു തിയറി എന്താന്ന് വെച്ചാൽ കില്ലിംഗ്ഹാമിന്റെ ഈ പവർ ഊസാപ്പിന്റെ അടുത്ത് വർക്കാവില്ല. ഊസാപ്പിന് തന്റെ ചുറ്റുമുള്ള എല്ലാ സാധനത്തിനെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ കില്ലിംഗ്ഹാമിന് ഊസാപ്പിന്റെ മനസ്സിൽ നിന്ന് ഒരു പ്രത്യേക പേടിനെ പുറത്തെടുക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല ഊസാപ്പ് കില്ലിംഗ്ഹാമിനെ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണന്റിനെ ഫൈറ്റ് ചെയ്യുന്നതിലൂടെ എൽബാഫിലെ ജയൻസിന് മുമ്പിൽ ഊസാപ്പ് ഒരു ബ്രേവ് വാറിയർ ആയി തീരുകയും ചെയ്യും. പക്ഷെ അതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഇനി ഊസാപ്പ് എൽബാഫിൽ എന്ത് തേങ്ങയാണ് ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. സോ സമേഴ്സിനെ സാഞ്ചി ഫൈറ്റ് ചെയ്യും, കില്ലിംഗ്ഹാമിനെ ഊസാപ്പ് ഫൈറ്റ് ചെയ്യും. അപ്പൊ പിന്നെ സോറോ ആരെ ഫൈറ്റ് ചെയ്യും? സോറോയിന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ എൽബാഫിൽ ഉണ്ടായിരുന്നു. അതാണ് ഷാങ്സിന്റെ ബ്രദർ ഷാംറോക്ക്. ഷാംറോക്ക് സോറോയ്ക്ക് പറ്റിയൊരു പെർഫെക്റ്റ് അപ്പോണന്റ് ആണെന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. റീസൺ നമ്പർ 1, സോറോ എപ്പോഴും എനിമീസിലെ ദ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറിനായിരിക്കും ഫൈറ്റ് ചെയ്യുക. അങ്ങനെ നോക്കുവാണെങ്കിൽ എൽബാഫിൽ വന്നവരിൽ ഈമു കഴിഞ്ഞാൽ ദ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഷാംറോക്ക് ആണ്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഷാംറോക്ക് ഒരു സോർട്സ്മാൻ ആണ്. ഷാംറോക്ക് ഒരു സാധാരണ സോർട്സ്മാൻ അല്ല. കാരണം ഷാംറോക്കിന്റെ സോഡ് ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ഷാംറോക്കിന്റെ സോഡ് കഴിച്ച ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് സെർബറസ് എന്നാണ്. ഗ്രീക്ക് മിത്തോളജിയിൽ സെർബറസ് ഹെല്ലിന്റെ ഗാർഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓറോയിന് കിട്ടിയ പുതിയ പേരാണ് ദ കിങ് ഓഫ് ഹെൽ. പോരാത്തതിന് ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാരണം സെർബറസിന് 3 തലയുണ്ട്. അതുകൊണ്ട് തന്നെ 3 സോർഡ് സ്റ്റൈൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സോറോ വേഴ്സസ് ഷാംറോക്ക് നടക്കുവായിരുന്നെങ്കിൽ സോറോ മറ്റൊരു 3 സോർഡ് സ്റ്റൈൽ യൂസറിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യും എന്ന് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇതിന് ഇനിയും പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ സോറോ വേഴ്സസ് ഷാംറോക്ക് ചിലപ്പോൾ നടന്നേക്കാം. സോ ഇതൊക്കെയായിരുന്നു ഞാൻ എൽബാഫിൽ പ്രതീക്ഷിച്ച ഫൈറ്റുകൾ. കില്ലിംഗ്ഹാം വേഴ്സസ് ഊസാപ്പ്, സമേഴ്സ് വേഴ്സസ് സാഞ്ചി, ആൻഡ് ഫൈനലി ഷാംറോക്ക് വേഴ്സസ് സോറോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.